stars, traveling so far, like a dragonfly. Just grab my hand from heaven sent. Me tonight. I run away. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെട്രോ ഗെയിമിങ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ക്ലാഷ് ഓഫ് ക്ലാൻസുമായിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൗൺ ഹാളൊക്കെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. സോ നമ്മളുടെ ടൗൺ ഹാൾ ഇവിടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ മാക്സിമം എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ഗെയിമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗേസ്. അപ്പം നമുക്ക് ഇതെന്താ മെസ്സേജ് ഒന്ന്, ഓ റിവെഞ്ച് ഓക്കെ. അപ്പോൾ നമുക്കൊരു റിവെഞ്ച് ടൈം. എത്ര കാനോൺ ഉണ്ടോ? 2 കാനോൺ ഉണ്ട് ഗൈസ്, 2 കാനോൺ ഉണ്ട്. ഒന്നിവിടെ. ഓക്കെ, വട്ടത്തിനങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് വട്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി 15 എണ്ണം കൂടെ ഉണ്ട് ട്രൂപ്സ്. ഈ വെളിയിൽ ജയിക്കോ എന്താ അറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. അയ്യോ, എലിക്സർ മിക്കവാറും പോകും ഗൈസ്. എലിക്സർ നിങ്ങളെ കണ്ടോ? എലിക്സർ ചടപടയെന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, സെറ്റ്. ജയിച്ച്. യെസ്. റിട്ടേൺ ടു ഹോം കൊടുക്കാം. ഇവിടെ പൈസ കളക്ട് ചെയ്യാം. മൗസ് എവിടെ? മൗസിൻ്റെ ട്രാക്ക് പോയിന്റ് ഒന്നും കാണുമല്ലേ. പിന്നെ എലിക്സർ കളക്ട് ചെയ്യും. ഓ, എലിക്സർ നിറഞ്ഞടേ. എലിക്സർ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കോയിനുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. പിന്നെ ഇവിടെ എവിടെയോ അതുപോലത്തെ ഒരു സാധനം ഉണ്ട്. അതാണ്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ, അത് അപ്ഗ്രേഡ് ആവട്ടെ. നമുക്ക് ബാക്കി മെസ്സേജ് എന്തെങ്കിലുമൊക്കെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ എന്തോ റിവാർഡ് വന്നിട്ടുണ്ട്, അത് വന്നിട്ടില്ല. ഞാൻ ഈ വീഡിയോ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ എന്തെങ്കിലും എടാ നമ്മുടെ പ്രൊഫൈല് ഇതിലാണെന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഫോൺ ഇടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഫോൺ ഇടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫോൺ ഇടാം. ഓ, അത്രേ വരത്തുള്ളൂ. അപ്പോൾ അത് മതി. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഗെയിമർ ഒന്ന് കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി എടാ ഇപ്പോഴും ഇവിടുത്തെ നയം മാറിയിട്ടില്ലല്ലോ. എടാ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല. ജസ്റ്റ് നോക്കിയോ ഇതിനകത്ത് കാണാം. എടാ അതെങ്ങനെയാണ് മാറ്റുന്ന? എടാ അതെങ്ങനെ മാറ്റുന്ന? എടാ ഇത് മാറ്റാൻ പറ്റൂലേ? അയ്യോ, കോപ്പി ആയത്. എടാ ഇത് മാറ്റാൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് മാറ്റാൻ അത് ക്രിയേറ്റ് ആണല്ലോ.
എടാ നമുക്ക് ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ജോയിൻ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് എടാ ഇതെങ്ങനെയാണ് സംഭവം സെറ്റാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ക്ലെയിംസ് ബിൽഡ് ബേസ് സേവ് എടുക്കാം. ഇനി എടാ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ലല്ലോ. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന? എടാ ഇതെങ്ങനെ മാറ്റുന്ന? എനിക്കൊരു പിടിയില്ല. ഇതെങ്ങനെ നെയിം മാറ്റുന്ന? നെയിം ഡാർക്ക് ഡേവിഡ് എന്ന് തന്നെ കിടക്കുന്നു. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇനി എന്തെങ്കിലും ഒരു ഇത് കാണും. സെറ്റിങ്സ് എവിടെയാടാ? ഇതിനകത്തൊന്നുമില്ല. സെറ്റിങ്സ് ഇവിടെയാണോ? അവിടെ സെറ്റിങ്സ് അയാൾ അവിടെ എന്താ ചെയ്യത്? ഇപ്പം ലോങ് പ്രസ് ചെയ്യണോ? ടാപ്പ് സെൻറ്റർ ഒന്നും വർക്കല്ല. എന്താ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല. നമുക്ക് എന്തായാലും അടുത്ത അറ്റാക്കിലോട്ട് പോവാം. ഇതെന്ത് എൽസർ? നമുക്ക് ഇത് ചെറുത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. അവന് പൈസ വേണം. ജാംസ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ജെയിംസ് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും അറ്റാക്ക് തുടങ്ങാം. നമ്മളൊരു റിവെഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗെയിം തുടങ്ങിയതിന് ശേഷം ഒരു റിവെഞ്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ആളൊക്കെ സെറ്റാണ്. ഇവിടെ ഇതാരാണ് മെസ്സേജ് ഇടുന്നത്? ഓക്കെ ഓക്കെ, ഇപ്പോൾ സെറ്റായതുണ്ട്. ഇവിടെ എന്തൊരു സ്ഥലമാണ്. കെനോൺ ഇല്ല. ഒരു ചെറിയ കെനോണ്, 2 മണിക്ക് കെനോണേ ഉള്ളു ഗൈസ്. നമുക്കിവിടെ ഒരെണ്ണം ഇറക്കി കൊടുക്കാം. പിന്നെ ഇവിടെ ഒരെണ്ണം ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ഒരു സ്റ്റാർ കിട്ടി. 2 സ്റ്റാർ കിട്ടി. കയറി വരണമുണ്ട്. എലിക്സർ ഫുള്ള് തീർന്നെന്ന് തോന്നുന്നു. എലിക്സർ ഫുള്ള് തീർന്നു. അടുത്തത് ഓക്കെ, ചേച്ചി റിട്ടേൺ ടു ഹോം കൊടുക്കാം ഗൈസ്. കീബോർഡ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കമലയുടെ ഒരു വീഡിയോ ഇടുന്നതാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഫോണിൽ കളിച്ചിട്ട്, അതായത് ഫോണിൽ പറഞ്ഞ ഗെയിമാണ് ഫോണിൽ കളിച്ചു. പക്ഷേ PC കളിക്കുന്ന അത്ര എഫക്റ്റ് അതിനകത്ത് കിട്ടത്തില്ല. അന്ന് ഹെഡ്ഫോണൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹെഡ്ഫോൺ വെച്ചല്ല കളിച്ചത്. വേറൊരു അത് ഇയർഫോൺ ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല. വേറൊരു ഇയർഫോണിലാണ് നമ്മൾ കളിച്ചത്. പക്ഷേ വേറൊരു ഇയർഫോണിലാണ് കളിച്ചത്. അത് സംഭവം അത്ര എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത് വെച്ചൊന്ന് കളിച്ച് നോക്കിയാണ്. പക്ഷേ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് PC കളിക്കുന്നതിൻ്റെ അത്ര എഫക്റ്റ് ഒന്നും ആ ഒരു ഇയർഫോണിൽ മൊബൈലിൽ കിട്ടത്തില്ല. സോറി. പിന്നെ ഹെഡ്ഫോണിൽ കണക്ട് ചെയ്ത് കളിക്കുമ്പോൾ ഭയങ്കര ശബ്ദം, എന്ന് വെച്ചാൽ ഫുൾ സൗണ്ട് കൂട്ടിയിട്ടാൽ ഭയങ്കര ശബ്ദമാണ്. സോ ആരെങ്കിലും കളിക്കാനായിട്ട് കളിച്ച് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ കളിച്ച് ഇടുന്നതാണ്. പക്ഷേ കീബോർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കളിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കീബോർഡ് ഇല്ലാതെ ഒരു ഗെയിം കളിക്കത്തില്ല. അതിനകത്ത് മൗസ് മാത്രമേ ഉള്ളൂ. കാണിച്ചു തരാം. ഇത് ഈ ഒരു മൗസ് മാത്രമേ ഉള്ളൂ.
ഈ ഒരു മൗസ് മാത്രമേ നമ്മളെ ഇപ്പോൾ ഉള്ളൂ. ഈ ഒരു മൗസ് മാത്രമേ ഉള്ളൂ. ഈ മൗസ് വെച്ച് മാത്രമാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. മൗസ് വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ്. ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ വേറെ കീബോർഡോ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ബസ് യുണൈറ്റഡ് ഇൻഡോനേഷ്യ ഇടാത്തത്. നമ്മൾ കീബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കീബോർഡ് ഉണ്ട്, പക്ഷെ അത് പഴയ കീബോർഡാണ്. അതിൻ്റെ പോർട്ടൊക്കെ ഇപ്പോഴത്തെ ഇതിനെക്കാട്ടിയും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടുത്തെ USB ഹബ്ബിൽ കൊടുക്കുമ്പോഴത്തേക്കും വർക്കാകത്തില്ല. എന്ന് വെച്ചാൽ USB ഹബ്ബിൽ കൊടുക്കുമ്പം ഇതിപ്പോൾ മൗസ് USB ഹബ്ബിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൗസ് വയർഡ് മൗസാണ്. അത് USB ഹബ്ബിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരൊറ്റ പോർട്ടേ ഉള്ളൂ. അതിൽ ഒരു മൗസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. മൗസോ കീബോർഡോ കാണാൻ കൊടുക്കത്തുള്ളൂ. അത് ബ്ലൂടൂത്ത് ബ്ലൂടൂത്തും വയർലെസ്സും കൂടെ, അതായത് ബ്ലൂടൂത്തും ഡോണ്ടിലും അങ്ങനെ എന്തോ കണ്ട പറയോ അതിനെ. ഒരു USB കണക്കത്തെ സാധനമില്ലേ, ഒരു ചെറിയൊരു USB കണക്കത്തെ സാധനമുണ്ട്, അതും കൂടെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളതാണ് മേടിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മൗസും ഗെയിമിംഗ് മൗസും ഗെയിമിംഗ് കീബോർഡും ഇത് ഗെയിമിങ്ങിനും ഉപയോഗപ്പെടും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഈ ഒരു മോണിറ്ററാണ് ഉപയോഗിക്കുന്നത്. വേറൊരു മോണിറ്റർ ഉണ്ടായിരുന്നത് സ്ക്രീൻ ലൈനായി, പിന്നെ അതെടുത്ത് ആക്രിക്കിട്ടെടുത്ത് പിന്നെ വേറെ ഒരു പുതിയ ഫ്രോണ്ടെക്കിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ്ട നമ്മളുടെ കൺട്രോളർ ഇവിടെ ഉണ്ട്. കൺട്രോളർ ഇവിടെ ഉണ്ട്, പക്ഷേ കൺട്രോളർ വെച്ച് നമുക്ക് കളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ കൺട്രോളർ ഈ ഡെക്സിൽ കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കളിക്കാത്തത്. സോ നമുക്ക് ഒരു അറ്റാക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ. സോ ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് എത്ര ആകുന്നുണ്ട്? 11:11:11 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻ്റെ മാച്ച് കൊടുക്കാം. നമുക്ക് കളിക്കാനായിട്ട് ഇറങ്ങാം മാച്ച്. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ എടാ എത്ര കിണറ് മോനെ. എടാ ഇത് കണ്ടാ വലിയൊരു ബോംബ് ഇരിക്കുന്നുണ്ടാ ഫസ്റ്റ്. അതന്നെ അയ്യോ ലീവ് ആവല്. ഇവിടെ ഒന്ന് വട്ടത്തിന് കറക്കി വിട്ടു കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ടിരിക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മറ്റേ ബോംബൊക്കെ പൊട്ടിച്ച് ഒരു സ്റ്റാർ കിട്ടി നമുക്ക് ഇതിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി ജയിക്കുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ജയിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജയിച്ച്. റിട്ടേൺ ടു ഹോം കൊടുക്കാം. ഇവിടെ കോയിൻ. ഓക്കെ, എലിക്സറും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറച്ച് ലെങ്തായി. പിന്നെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. 721 സംതിങ് എത്ര കണ്ടായി സബ്സ്ക്രൈബേഴ്സ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കാരണം. സോ ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അതായത് 1K അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.